കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നാൽ അഡ്രിയാൻ ലൂണയുടെ തിരിച്ചുവരവ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകളുടെ പതാകവാഹകനായ അഡ്രിയാൻ ലൂണയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരാധകരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നത്. മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹർ പറഞ്ഞിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണ വളരെ പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ്. അഡ്രിയാൻ ലൂണ ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേ ഫോർ us. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട താരം തന്നെയാണ് അഡ്രിയാൻ ലൂണ. കളിയുടെ വളരെ പ്രധാനപ്പെട്ട മിനിറ്റുകളിലാണ് അഡ്രിയാൻ ലൂണയെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം കളി വളരെയധികം മെച്ചപ്പെട്ടു, ബെറ്റർ ആൻഡ് ബെറ്റർ ആയി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുകയാണ് അഡ്രിയാൻ ലൂണയെ കുറച്ചുകൂടി ബെറ്റർ ഷേപ്പിൽ എനിക്ക് ലഭിക്കും ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം. സോ കാര്യങ്ങൾ സ്മൂത്തായി പോകും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹർ കുറച്ച് വിശ്വസിക്കുന്നത്. ആ വിശ്വാസം സത്യമാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം അഡ്രിയാൻ ലൂണ കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം പ്രകടമായില്ലെങ്കിൽ പോലും കളിക്കളത്തിൽ അക്ഷരാർത്ഥത്തിൽ തീ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളിയുടെ വേഗതയും ടെമ്പോയും എല്ലാം വർദ്ധിച്ചു. നിരന്തരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ മുഖത്തിനെ വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും ഒരു ഗോളിലേക്ക് കലാശിച്ചില്ല എങ്കിൽ പോലും അഡ്രിയാൻ ലൂണ വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങളുടെ ആളിക്കത്തലിന്റെ ജ്വലനശേഷിയും താപവും വർദ്ധിച്ചു എന്ന് പറയേണ്ടി വരും.